ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. വേറെ ആരുടെയും അല്ല, പിള്ളേരുടെ ജൂക്കോടെയും കുഞ്ഞുവിൻ്റെയും ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. കാരണം ഇന്ന് തന്നെ നമ്മൾ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഫോട്ടോസ് എടുത്തിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഞാൻ, ബൂവ, രജിത്തേട്ടൻ, അഞ്ജിത, പിള്ളേർ, നമ്മളെല്ലാവരും കൂടെ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഹീലിയം ബലൂൺസാണ് വാങ്ങിച്ചത്. നമ്മൾ റഗ്ബിയിൽ കാൽഡക്കോട്ട് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. പക്ഷെ എന്നാലും നല്ലതായിരുന്നു. നല്ല പാർക്കായിരുന്നു കേട്ടോ. കാരണം കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ പ്ലേ ഏരിയ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഫ്ലവേഴ്സൊക്കെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നല്ലതായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് ഞങ്ങൾക്ക് കുറച്ചൊരു പണി തന്നു. കാരണം ഇടയ്ക്ക് മഴ വരും, ഇടയ്ക്ക് വെയിൽ വരും. അപ്പോൾ നമ്മളുടെ ഇന്ന് ക്ലൈമറ്റ് ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ ക്യാമറയിൽ കിട്ടുമ്പോൾ ഒരു ഫോട്ടോസിൻ്റെ കുറച്ചൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഫോട്ടോസ് കുറച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് 2 ഡിഗ്രി ആയിരുന്നു അന്ന് ടെമ്പറേച്ചർ വരുന്നത്. വെയിൽ ഉണ്ടെന്ന് നിങ്ങൾ നോക്കണ്ട, കാരണം വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു. വെയിലുണ്ട്, ആ ഒരു വെയിൽ ഒരു 15 മിനിറ്റോളം സ്റ്റേ ചെയ്തിട്ട് അത് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് മഴക്കാർ ആ ഒരു അങ്ങനെ ആയിരുന്നു ക്ലൈമറ്റ്. അപ്പം ഞങ്ങൾ ഇവരെ നിർത്തി പോസൊക്കെ ചെയ്ത് നോക്കുവാണ്. ഇങ്ങനെ പോസ് ചെയ്താൽ മതി, അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇവരുടെ ഡ്രസ്സ് മാറ്റിക്കലൊക്കെ. കാരണം നല്ല തണുപ്പായിരുന്നു. പിന്നെ ഡംഗ്രീസാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഡംഗ്രീസാണ് വരുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് വേണം പിന്നെ അടുത്ത സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇടാനിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോസൊക്കെ ചെയ്ത് നിർത്തി നോക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് പ്ലേസസ് കണ്ടുപിടിച്ചു. ഇവിടെ നിർത്തിയാൽ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാർക്കിൽ കുറച്ചധികം ഇങ്ങനെ ആദ്യം തന്നെ ഒരു റൗണ്ട് ചുറ്റി കറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാർക്കിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് പിന്നെ അവരുടെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ജാക്കറ്റ് ഇടിയിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കോപ്രായങ്ങളും കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കല്ലന്വേഷിച്ച് കുറേ നടന്നു. രജിത്തേട്ടൻ കല്ലന്വേഷിച്ച് നടക്കും. കല്ലൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് കമ്പിലാണ് നമ്മൾ എല്ലാ ബലൂൺസും നിർത്തിയിരിക്കുന്നത്. നമ്മൾ 5 എന്ന് എഴുതിയ ബലൂൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രാഗൺ, പിന്നെ 2-3 സാധാ ബലൂൺസ്. ഇതെല്ലാം ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഹീലിയം നിറച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഓരോ പോസ് ഞാൻ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ നിൽക്ക്, ഇങ്ങനെ നിൽക്കുക. പക്ഷെ തണുത്തത്തെ ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചിരിക്കാൻ കൂടെ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും തണുപ്പായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഈ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ ഫുള്ള് ക്ലൗഡിയാണ്. അതുപോലെ തന്നെ നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നേരം ഇവിടെ ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് വരെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ വീണ്ടും മാറി. നമ്മുടെ ഡ്രാഗൺ ഒന്ന് ചെറുതായിട്ട് പറന്ന് മുകളിലേക്ക് പോയായിരുന്നു. അപ്പം ഞാനത് ഓടിപ്പോയി പിടിച്ചെടുത്തു. എന്നിട്ട് അത് വീണ്ടും ഒന്ന് ചുറ്റി ടൈറ്റായിട്ട് കെട്ടി വെക്കുവാണ്. കാരണം ഇതെല്ലാം നല്ല വിൻഡിയായിരുന്നു ആ സമയത്ത്. പിന്നെ ഭൂവത ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ജൂക്ക് അവിടെ നിന്ന് ആ ആക്ഷൻ ഇങ്ങനെ കാണിക്കടാ അങ്ങനെ കാണിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പിള്ളേർക്ക് കുറച്ച് ക്ലൈമറ്റ് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും അവർ നമ്മളോട് കൂടെ കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് ജാക്കറ്റ് ഇട്ട് എന്നിട്ട് പോലും അത്രക്ക് തണുപ്പാണ് ഫീൽ ചെയ്തത്. പിന്നെ എന്താ പറയുക, അവരും കുറേ മാനേജ് ചെയ്തു. കാരണം ഞാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നില്ല ഫോട്ടോ എടുക്കണം. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബർത്ത്ഡേ നമ്മൾ ഇത്രയും നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ നല്ല രീതിയിൽ കിട്ടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പിന്നീട് കാണാനായിട്ട് ഈ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം നമ്മൾ എത്ര നാൾ കഴിഞ്ഞിട്ട് അപ്പോൾ ജൂക്കൊക്കെ ജനിച്ച സമയത്തുള്ള ഫോട്ടോസ് ഇപ്പോൾ കാണുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഫീൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ എടുത്തു വെക്കാം. ജൂക്കോ കുറേ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുക, കുഞ്ഞുവിനെ ചിരിപ്പിക്കുകയാണ്. കാരണം കുഞ്ഞുവിന് തണുത്തിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല. ജൂക്കോനും നല്ല തണുപ്പായിരുന്നു. നമ്മൾ പറഞ്ഞു ബലൂൺസ് പിടിച്ചിട്ട് ഇങ്ങനെ ഓടണോട്ടാകണ്ട എന്ന് പറഞ്ഞിട്ട് ബലൂൺ പിടിച്ചിട്ട് ബലൂണിൻ്റെ വഴിക്കും അവൻ്റെ വഴിക്കാണ് പോയത്. പിന്നെ ലാസ്റ്റ് അവരെ കൊണ്ട് ഓടിപ്പിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിട്ട് എല്ലാം കിട്ടി. കാരണം ഈ സമയമായപ്പോഴത്തേനും വെയിലായി. വീണ്ടും നമ്മൾ ഇന്നർ ബനിയാനൊക്കെ ഇടിപ്പിച്ച് വെയിലായി. പിന്നെ ജൂക്കോൻ്റെ കുറേ ആക്ഷൻസ്, ഡാൻസ്, ഇതൊക്കെ മെയിനാണ് കേട്ടോ. ജൂക്കോൻ്റെ മെയിൻ സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. വരുന്ന ഈട്ടി ഇത് തണുത്തിട്ട് എൻ്റെ ജാക്കറ്റ് ഇടിയിപ്പിച്ചതാണ്. അങ്ങനെ ഈട്ടി പോലെ സെയിം ഈട്ടി. എന്നിട്ട് അത് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ഡാഫോഡിൽസിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡാഫോഡിലിനെ ഒന്ന് തഴുകി വന്ന പോലെ ഒന്ന് വരാൻ പറഞ്ഞു.
കുട്ടി വന്നത് ഡൈനോസറിനെ പോലെയാണ്, തഴുകി തഴുകി തഴുകി. ഇത് കണ്ടോ, അവൻ നടക്കാൻ പറ്റുന്നില്ല, കാരണം ഫുള്ള് ചെളിയായിരുന്നു ആ ഒരു ഏരിയ. അത് കഴിഞ്ഞ് പിന്നെ ഒരു കണക്കിന് മാനേജ് ചെയ്തു. ഇത് കുറച്ച് ഫോട്ടോസാണ് അവരുടെ, നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാ ഫോട്ടോസും അടിപൊളിയായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. കുറച്ചധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു, അത് ഈ വീഡിയോയിൽ നമ്മളധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ. ഞാൻ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തി, വൈകിട്ടായി. ബർത്ത്ഡേയുടെ കാര്യങ്ങളും ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞു. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ, അപ്പം നമുക്കൊന്നും നോക്കാനില്ല, കാരണം ടൈമും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഡെക്കറേഷൻ കഴിയുന്ന ആ സമയത്ത് കേക്ക് കട്ട് ചെയ്യാലോ, അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളൊരു വൈൽഡ് തീമിലാണ് ചെയ്തത്, ജംഗിൾ തീം, ആ ഒരു ഇതിലാണ്, ഫുൾ ഗ്രീൻ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തത്. കാരണം ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നു ജംഗിൾ തീമിലൊരു നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. നമ്മളുടെ എല്ലാ സാധനങ്ങളും വളരെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മൾ കുറേ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ച് ഒപ്പിച്ച്, അതായത് എൻ്റെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇതിങ്ങനെ വേണം, ടേബിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം, നമ്മുടെ വോള് ഡെക്കറേഷൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ബലൂൺസ് നമ്മൾ ഗ്രീൻ കിട്ടാനായിട്ട് കുറേ അന്വേഷിച്ചു, പക്ഷെ കുറച്ച് ഗ്രീൻ ബലൂൺസ് മാത്രമേ കിട്ടിയുള്ളൂ. അതാണ് കുറച്ച് അധികം വേറെ കളേഴ്സ് മിക്സ്ഡ് ആയിരുന്നു. അങ്ങനെ അത് രാത്രിയായി കേക്കൊക്കെ വന്നു. നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടു. പിള്ളേർക്കൊരു സ്പെക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ലൈറ്റ് അതിലുള്ളത്. എന്തോ സ്പെക്സാന്ന് എനിക്കറിയാൻ പാടില്ല, പേര് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ. ആ ഫോട്ടോസും ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. അവരത് വെച്ചിട്ടും ആ ഒരു ഇരുട്ട് വരുമ്പോഴത്തേനും അത് വെക്കുമ്പോൾ നല്ല ഗ്ലോ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. അതിൻ്റെ കുറച്ച് നേരം അത് ലൈറ്റ് ആ സ്റ്റേ ചെയ്യുള്ളൂ, അത് കഴിഞ്ഞപ്പോഴത്തേനും പോവും. പക്ഷെ ഇങ്ങനെ ഒരു ഫുള്ള് ഇതിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേലും ഭംഗിയായിരുന്നു. എല്ലാവർക്കും ഈ ഫോട്ടോസൊക്കെ ഫാമിലിയിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും നിങ്ങൾ ഗ്രാൻഡായിട്ട് പോലെ ഫീൽ ചെയ്തു. കാരണം നമ്മൾ വിചാരിച്ചത് ബലൂൺസൊക്കെ കളർ മിക്സായി ശരിയാകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് വന്നു. അത് കഴിഞ്ഞതാ നമ്മൾ കേക്കും നമ്മൾ ഗ്രീൻ തീമിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കേക്ക് ഓൺ ദ സ്പോട്ടാണ് പറയുന്നത്. നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് എന്ത് കേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ വിക്ടോറിയ കേക്കാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അവർ ഗ്രീൻ ഇതിൽ ചെയ്ത് തരാമോ എന്ന് വെച്ചപ്പോൾ അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുക്കുവാണ്. ഞാനും അഞ്ജിതയും എല്ലാവരും, ഞങ്ങൾ രജിത്തേട്ടനാണെങ്കിലും പോവുകയാണെങ്കിലും എല്ലാവരും ഗ്രീനായിരുന്നു, ഔട്ട്ഫിറ്റ് എല്ലാം വരുന്നത് ഗ്രീനായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താ പറയുക, ഒരേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെയിം ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ പിള്ളേരെ വെച്ചിട്ട് ഓരോരോ കോപ്രായങ്ങൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നു, അങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുകയോ കാണിക്കും. ചിലതൊന്നും കാണിക്കണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ രാവിലെ തുടങ്ങിയുള്ള ഫോട്ടോഷൂട്ടാണ്. അപ്പം അത്രയും അവർ ഒന്നാമത് ടയേർഡായിരുന്നു. പക്ഷെ എന്നാലും കേക്കിൻ്റെ കട്ടിങ് ആ ഒരു സമയത്ത് ഇപ്പം നല്ല ആക്റ്റീവായിരുന്നു അവർ. നമ്മുടെ ഫുള്ള് തീം കാണുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അതിനൊരു ഗുണം ഉണ്ടായി. അങ്ങനെ ഞങ്ങളിതാ പതുക്കെ കേക്കൊക്കെ കട്ട് ചെയ്തു. എൻ്റെ മോനെ എന്താണെന്നറിയില്ല, മധുരം ഒക്കെ കുറച്ച് അലർജിയുള്ള കൂട്ടത്തിൽ. അവർ എരിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെക്കണം. നമ്മളിങ്ങനെ വായിൽ വെക്കുമല്ലോ, കേക്ക് കട്ട് ചെയ്ത് നമ്മൾ വായിൽ കൊച്ചുങ്ങളുടെ വെച്ച് കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ കേക്ക് എടുത്തു. ഞാൻ അഞ്ജിതയ്ക്കും കുറച്ച് കൊടുത്തിട്ട് പറഞ്ഞ് രണ്ടുപേരുടെ വായിൽ വയ്ക്കുക. അങ്ങനെ ഫോട്ടോസ് നമ്മൾ എടുക്കാൻ വേണ്ടി അങ്ങനെ സാധാരണ പോലെ ചെയ്തു. ജൂക്കോ എന്തൊക്കെ ചെയ്താലും എടുക്കണില്ല. ജൂക്കോന് ഇങ്ങനെ ക്രീമൊന്നും കയ്യിലാവാനൊന്നും അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പക്ഷെ വൈറ്റ് ക്രീം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അധികം തിന്നില്ല, എന്നാലും വൈറ്റ് ക്രീം മാത്രം തിന്നും, കേക്ക് തിന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് പോസ് ചെയ്താൽ മതി, വായ വെറുതെ തുറന്ന് തന്നാൽ മതി, ഞാൻ വെക്കണ രീതിയിൽ ഫോട്ടോ എടുത്തല്ലോ. അപ്പം അഞ്ജിത അവൻ്റെ വായിൽ വെക്കാൻ പോയപ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഞാൻ കുഞ്ഞുവിനും കൊടുത്തു, അവൾ ജൂക്കോനും കൊടുത്തു. അങ്ങനെ വെക്കാൻ പോയപ്പോഴത്തേനും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ കണ്ട ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ കുഞ്ഞുവിന് കേക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, അത് നല്ല അടിപൊളി കേക്കായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ കേക്ക് ഹട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഫീല് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫുള്ള് ഡെക്കറേഷനും ഫുൾ ഗ്രീൻ തീമൊക്കെ വന്നപ്പോഴത്തേനും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വെച്ചു. അങ്ങനെ സെറ്റായി. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്.
അമ്മമാരുടെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കഴിഞ്ഞ് ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ അതേ അപ്പന്മാരുടെ കൂടെയുള്ള ഫോട്ടോസായി. കണ്ട ബൂവ കേക്ക് കൊടുത്തപ്പോൾ അവന് ഒരു കുഴപ്പമില്ല, അത് കഴിച്ചിട്ടാ. ഞാനും അഞ്ചിതയും കൊടുത്തപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ബൂവ കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല, അത് കഴിച്ചു. അവർ എല്ലാം ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിലെല്ലാം അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. നമ്മളോട് മാത്രമുള്ള വേഷം കിട്ട്. കണ്ട രജിത്തേട്ടൻ കൊടുക്കുമ്പോഴും അവൻ കഴിക്കുന്നുണ്ട്. കള്ളനാണവൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസ് എടുത്തപ്പോൾ ബൂവയുടെ ഫേസിലേക്ക് ആ ക്യാപ്പിൻ്റെ ഷാഡോ അടിക്കുന്നതുകൊണ്ട് ഫേസ് ഭയങ്കര ഇരുണ്ട് കാണുന്നു ഫോട്ടോയിൽ. നമ്മളാണ് ഫോട്ടോ എടുക്കും, ഞങ്ങൾ നിൽക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കും, അവർ നിൽക്കുമ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. നമുക്ക് വേറെ ആരും ഇല്ല വീട്ടിൽ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ രജിത്തേട്ടനെ കൂടെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുവാണ് പിള്ളേർക്ക്. അപ്പോൾ ഗിഫ്റ്റ് നമ്മൾ സർപ്രൈസായിട്ട് ഇവരറിയാതെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുവാണ്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, നീ കൊടുത്താ, ഞാൻ കൊടുത്തില്ലേ, അയ്യോ ഞാൻ കൊടുക്കട്ടെ, എന്നാൽ നീ കൊടുക്ക്. അങ്ങനെയായിരുന്നു. ഏത് കൊടുക്കണം, ഇതാണ് കൊടുക്കണ്ട, ആദ്യം മറ്റേതാണോ കൊടുക്കണ്ട, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഏത് കൊടുക്കണം, ഇതാണ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാനത് കൊടുത്തപ്പോൾ അഞ്ചിത അതെടുത്ത് വെച്ചിട്ട് വീണ്ടും മറ്റേത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. ജൂക്കോന് സ്റ്റിച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ സ്റ്റിച്ചിനെയാണ് ജൂക്കോനെ ഗിഫ്റ്റ് ചെയ്തത്. കുഞ്ഞുവിന് ഒരു ഡ്രാഗണിൻ്റെ പില്ലോ അതാണ് കൊടുത്തത്. സ്റ്റിച്ചിൻ്റെ ഒരു ഡോളും കുഞ്ഞുവിനൊരു ഡ്രാഗണിൻ്റെ പില്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജൂക്കോനൊരു സ്റ്റിച്ചിൻ്റെ പില്ലോ കൊടുത്തു. പിന്നെ കുഞ്ഞുവിനൊരു അവക്കാഡോ, നല്ല ക്യൂട്ടായിട്ടുള്ള അവക്കാഡോ ഉണ്ട്. ഇങ്ങനെയുള്ള ടോയ്സ്, അതായത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ സോഫ്റ്റ് ടോയ്സ്. അതുപോലെ തന്നെ ജൂക്കോന് സ്റ്റിച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്റ്റിച്ച് തീമിൽ വരുന്ന കുറച്ച് പില്ലോ, അതുപോലെ തന്നെ മറ്റേ ഡോളൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഈ സ്റ്റിച്ച് എന്ന് പറഞ്ഞ സംഭവം നല്ല ക്യൂട്ടാണ്. അങ്ങനെ അവന് കുറേ നാളായിട്ട് അവൻ പറയുന്നുണ്ട്. അപ്പം ഞാനത് സമയമാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ലാസ്റ്റ് ജൂക്കോന് ഞാനൊരു സ്പൈഡർമാൻ്റെ ഒരു കളറിങ് ഒരു ചെറിയ സംഭവം, അത് കുഞ്ഞുവിനും കൊടുത്തു, ജൂക്കോനും കൊടുത്തു. അപ്പോൾ കുഞ്ഞുവിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സ്പൈഡർമാൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രോയിങ് കിറ്റ്. പക്ഷെ അത് ജൂക്കോന് ആ ഒരു ഫീൽഡ്, ഡ്രോയിങ് ചെയ്യാൻ അങ്ങനെയുള്ളൊരു ഫീൽഡിലേക്ക് ഇഷ്ടമല്ല. അവനത് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ അവനത് വാങ്ങിച്ചില്ല. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ആൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ സങ്കടം. എനിക്ക് മാത്രമേ ഇല്ല, അവന് മാത്രമേ ഉള്ളൂ. അപ്പം അഞ്ചിത പറഞ്ഞു, രണ്ടുപേർക്ക് കൂടി കൊടുക്കുന്നത് അങ്ങനെ കൊടുത്ത് സമാധാനിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഗിഫ്റ്റെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു കാർഡ് അവർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്യൂട്ട് കാർഡ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. ഒരു ഡ്രാഗണിൻ്റെ തന്നെ ഡൈനോസറിൻ്റെ തന്നെ ഒരു കാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ 5 എന്ന് എഴുതിയിട്ടൊരു കാർഡ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞു വേഗം തന്നെ അത് തുറന്ന്, അപ്പോൾ അതിനുള്ള ഫോട്ടോസൊക്കെ എടുത്തു. അത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞു വേഗം തന്നെ അത് തുറന്ന് നോക്കിയിട്ട് അവൻ ഞങ്ങളോട് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ലല്ലോ, ഇതിൻ്റെ ഉള്ളിലൊന്നും എഴുതിയിട്ടില്ലല്ലോ കുഞ്ഞ് ചോദിക്കണം. അപ്പോൾ കുഞ്ഞ് ചോദിച്ചപ്പോഴത്തേനും അവിടെ അതിലെഴുതിയിരുന്ന ഹാപ്പി ബർത്ത്ഡേ എന്ന് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചിട്ടാണ് കണ്ട, ഇതാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. വെറുതെ ഈ കാർഡ് കണ്ടപ്പോൾ അങ്ങനത്തെ കാർഡും കൂടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് അവർ കേക്കൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജൂക്കോന് വൈറ്റ് ക്രീം മാത്രം ഇഷ്ടം. കുഞ്ഞു കേക്ക് നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ജൂക്കോ വൈറ്റ് ക്രീം മാത്രം ഇങ്ങനെ ജസ്റ്റ് തോണ്ടി കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് അത്ര ഉള്ള അവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ എൻഡിങ്ങിലോട്ട് വരികയാണ്. നമ്മൾ എല്ലാം കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടെയുള്ള സെൽഫിയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇത്രയും 4 പേരുണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. കാരണം ആരും വെയിറ്റിംഗ് ഇല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ടും ബർത്ത്ഡേ വ്ളോഗും ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.